ഓക്കെ, ഇതും ലീനിയർ റേസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മീറ്റർ ഉള്ള ഒരു റേസിൽ എ ബീറ്റ് ബി ബൈ 10 മീറ്റർ. അതായത് 100 മീറ്റർ ഉള്ള ഒരു റേസിൽ എ 100 ഓടുമ്പോൾ ബിക്ക് 90 ഓടി എത്താൻ പറ്റുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റേഷ്യോ മെത്തേഡിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എ ഇസ്റ്റു ബി എടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എത്ര കിട്ടും? 10:9 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതേ അടുത്ത ഇനി വേറെ റേസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബി ബീറ്റ് സി ബൈ 100 മീറ്റർ. അതായത് ബി 100 ഓടി എത്തുമ്പോൾ സിക്ക് 90 എത്തുന്നുള്ളൂ. അവിടെയും ബി ഈസ് ടു സി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10:9 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് കമ്പൈൻ ആയിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്, ഓക്കെ, കമ്പൈൻ ആയിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ ഈ 9 ഇങ്ങോട്ടേക്ക് എഴുതുക, ഈ 10 ഇങ്ങോട്ടേക്ക് എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? എന്റെ നേരെ കിടക്കുന്ന പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക 100, ബീന്റെ നേരെ കിടക്കുന്നതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക, സീന്റെ നേരെ കിടക്കുന്നതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എ ഇസ്റ്റു ബി ഇസ്റ്റു സി എന്ന് പറയുമ്പോൾ 100:90:81. അതായത് എ 100 ഓടുമ്പോൾ ബി 90 ഓടുന്നുള്ളൂ, സി 81 ഓടുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വാട്ട് ഡിസ്റ്റൻസ് എ ബീറ്റ് ബി. ഓക്കെ, എ 100 ഓടുമ്പോൾ ഇവന് 81 ഓടാൻ പറ്റുന്നുള്ളൂ. അതിനർത്ഥം എത്രയായിരിക്കും? 100 - 81, 19 മീറ്ററിനായിരിക്കും എ സീനെ തോപ്പിച്ചിട്ടുണ്ടാകുക. ഇനി ഇതിപ്പോൾ അല്ലാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, എ 100 ഓടി, ഇവൻ 90 ഓടി. അടുത്ത ബി 100 ഓടുമ്പോൾ സി 90 ഓടുന്നുള്ളൂ. നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ 100 × 0.9 ആണ് 90. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ചെയ്യുക. ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെ ഇപ്പുറത്തും ചെയ്യുക. അപ്പോൾ 90 × 0.9 എടുത്തു കഴിഞ്ഞാൽ 81 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. 100, 90, 81, 19 ആയിരിക്കും ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ.